ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3യുടെ എപ്പിസോഡ് 2നെ കുറിച്ചാണ്. ഇതൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ആണ്. ഇതുവരെ എപ്പിസോഡ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മൾ വർഷങ്ങളായി കാണാൻ ആഗ്രഹിച്ച, എന്നാൽ ഒട്ടും വിചാരിക്കാത്ത രീതിയിലുള്ള കനത്ത വില നൽകേണ്ടി വന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് ഈ എപ്പിസോഡ് സാക്ഷ്യം വഹിച്ചത്. ദ ബ്ലാക്ക് ക്വീൻ റെയ്നിറ ടാർഗെറിയൻ ഒടുവിൽ കിങ്സ് ലാൻഡിംഗ് പിടിച്ചടക്കി അയൺ ത്രോണിൽ ആസനസ്ഥയായിരിക്കുകയാണ്. പക്ഷേ ഈ വിജയം അങ്ങോട്ട് മനസ്സറിഞ്ഞ് ആഘോഷിക്കാൻ ബ്ലാക്ക് ക്യാമ്പിന് സാധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം സിംഹാസനം നേടാൻ വേണ്ടി അവർക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ചോര തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡ് എങ്ങനെയാണോ അവസാനിച്ചത് അതേ പോയിന്റിൽ നിന്ന് തന്നെയാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ജെയ്സിന്റെ മരണത്തോടുകൂടി ജെയ്സ് മരിച്ച് വെള്ളത്തിൽ കിടക്കുന്ന ആ രംഗം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതിനുശേഷം ബെയ്ല നമ്മുടെ ജെയ്സിന്റെ മൃതദേഹം കൊണ്ട് ഡ്രാഗൺ സ്റ്റോണിലേക്ക് വരികയാണ്. ആ ഒപ്പം തന്നെ ഉൾഫ് വൈറ്റും ആദം ഓഫ് ഫള്ളും ഹ്യൂ ഹാമറും എല്ലാവരും ചേർന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുക്കും. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ആലിസ് റിവേഴ്സ് പറഞ്ഞത് കേട്ടിട്ട് ഇവരെല്ലാവരും കൂടെ ഈ യുദ്ധത്തിലേക്ക് വന്ന ഡ്രാഗൺ കൊണ്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ട്രയാർക്കിയുടെ എല്ലാ ഷിപ്പുകളും പൊട്ടിച്ച് യുദ്ധം അവർ ജയിക്കുകയും അവര് തിരിച്ച് ഡ്രാഗൺ സ്റ്റോണിലേക്ക് വരികയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ എപ്പിസോഡിൽ മൊത്തത്തിൽ യുദ്ധങ്ങളായിട്ട് കാര്യമൊന്നുമില്ല, എങ്കിലും എല്ലാം ഒരു ഡ്രമാറ്റിക് സീൻസുകളായിരുന്നു. എല്ലാം മരണം നടന്നു കഴിയുമ്പോൾ ആഫ്റ്റർ എഫക്ട്സ്, അവരുടെ ഇമോഷണൽ ഡാമേജസ്, അതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെയൊക്കെ ഒപ്പം തന്നെ മറ്റൊരു സൈഡിൽ നമുക്ക് കാണാം അലിനോ ഫള്ളും ബെയിലയും ഒക്കെ കൂടി നമ്മുടെ സീസണേക്ക്, അതായത് നമ്മുടെ കോർലിസ് വലാരിയന് വേണ്ടിയിട്ട് ഉള്ള സെർച്ചാണ് നടക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ വെള്ളത്തിൽ വീണുപോയ കോർലിസ് വലാരിയൻ എവിടെയെങ്കിലും ജീവനോടെയോ മറ്റോ എവിടെയെങ്കിലും ബോഡി ആയിട്ടെല്ലാം കിടപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അലിനോ ഫള്ള് ഒരു വള്ളത്തിൽ വരുമ്പോൾ നമ്മുടെ ബെയില നമ്മുടെ ഡ്രാഗണിനെ കൊണ്ടുവന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ എപ്പിസോഡ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതും നമുക്ക് കാണാം അതിലേക്ക് നമ്മുടെ ആദം ഓഫ് ഫള്ളും ജോയിൻ ചെയ്യുന്നുണ്ട്. ആദം ഓഫ് ഫള്ള് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ ഉണ്ട്. അതായത് ആദം ഓഫ് ഫള്ളും അലിന ഫള്ളും കോർലിസ് വലാരിയന്റെ മക്കളാണ്. നമ്മുടെ ബെയിലി ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാൻഡ് ചൈൽഡ് ആണ്. അപ്പം അതിന്റെ ഒരു ഫാമിലി ടോക്കുകളൊക്കെ നമുക്ക് അതിനുള്ളിൽ കാണാം. ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ റെയ്നയും ഷീഫ്സ്റ്റേഴ്സും കൂടെ ലേഡി ആരിന്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. റെയ്ന ആക്ച്വലി ലേഡി ആരിന്റെ അടുത്ത് ആദ്യം വന്നാണ്. പിന്നെ നമ്മൾ ഷീഫ്സ്റ്റേഴ്സിനെ കണ്ട് അതിനെ ടൈം ചെയ്യാൻ വേണ്ടി പുറകെ പോയി ഇപ്പൊ വലിയൊരു പരിപാടിയൊക്കെ ഒപ്പിച്ച് പുള്ളിക്കാരത്തി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. എനിക്ക് ഇതുപോലത്തെ അബദ്ധം പറ്റി, എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം, എന്നെ എവിടെയെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ റെയ്ന നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡ്രാഗണിനെ വേണം, എന്റെ കയ്യിൽ ഇപ്പോൾ ഡ്രാഗണൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലേഡി ആര്യൻ പക്ഷെ നിങ്ങൾ ഒട്ടും അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. പുള്ളിക്കാരത്തി വിട്ടു നിന്നിട്ടാണ് ഒരു ഉത്തരങ്ങളൊക്കെ പറയുന്നത്. ഇനി വേറെ സൈഡിലാണെങ്കിലോ നമ്മുടെ ടേമൺ കഴിഞ്ഞ യുദ്ധത്തിൽ നമ്മുടെ ജേസൺ ലാനിസ്റ്ററിനെയൊക്കെ കൊന്നതിന്റെ സന്തോഷമൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് ഒന്നിനെ കുറിച്ച് അറിയാതെ അവിടെ നിന്ന് നമ്മുടെ റോഡി ദ റൂയിൻ, അതുപോലെ ആലിസൺ, ബ്ലാക്ക്വുഡ്, അതുപോലെ ടർലി എല്ലാവരും കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ കാണാം റോഡി ദ റൂയിൻ സ്റ്റാർക്കിന്റെ മെയിൻ ആളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. പക്ഷെ ഇതിൽ കാണാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ആലിസൺ ബ്ലാക്ക്വുഡ് ആണ്. ആലിസൺ ബ്ലാക്ക്വുഡ് ഫാമിലിയിലെ ഒരു വലിയ വാര്യറാണ്. ഇവരെ കുറിച്ച് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ നമ്മൾ ഈ സീസണിൽ വരാൻ പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും കുറിച്ച്, അതിലിപ്പോ നമ്മൾ ഈ സീസണിൽ തന്നെ നമ്മൾ ഇപ്പൊ ഈ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടു കുറെ പുതിയ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സിന്റെ പേരെടുത്ത് വിളിച്ച് ഈ എപ്പിസോഡിൽ പോകുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ ഇടാം, നിങ്ങളൊന്ന് കയറി കാണും. അപ്പം നമ്മുടെ ടൈമൺ ഇതൊന്നും അറിയാതെ അവിടെ എല്ലാവരുടെയും കൂട്ടത്തിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സ്ട്രോങ് വന്നിട്ട് ജെയ്സൺ ആ ഒരു കത്ത് കൊടുക്കുന്നത്. ആ കത്തിൽ പറഞ്ഞ് ജെയ്സ് മരിച്ചു, നിങ്ങൾ ഉടനെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് റെനേറി എഴുതി നിർത്താം. അപ്പൊ ഡേമൺ അപ്പൊ തന്നെ അവരെല്ലാവരും പറഞ്ഞ് ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് എല്ലാവരെയും പറഞ്ഞ് റോഡി റോയിനെ ലീഡർ ആക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് ഇനി ഡ്രാഗൺ സ്റ്റോണിൽ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഉൾഫ് വൈറ്റും യുവാനും അവിടെ നിൽക്കുന്നു. ഇവരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ഓഫ് ഫേസിൽ വെയിറ്റ് ചെയ്യണം. ഏമണ്ടും വാഗാറും വരുമ്പോൾ അവർ തട്ടണം. അതിനുള്ള പ്ലാനൊക്കെ ഇട്ടിട്ട് വന്നത്. എന്നിട്ട് പ്ലാനൊക്കെ ഇട്ടിട്ട് ഡേമണ്ട് ഇവിടെ വരുമ്പോൾ അവരും അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അപ്പം അറിയാം കഴിഞ്ഞ എപ്പിസോഡിൽ ആലിസ് റിവേഴ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവർ ഐ ഓഫ് ഫേസിൽ നിന്ന് നേരെ നമ്മുടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബാറ്റിൽ ഓഫ് കലറിൽ പോകുന്നതും അവിടെ വെച്ചിട്ട് അതെല്ലാം തീർന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ ഡ്രാഗൺ സ്റ്റോണിൽ വന്ന് നിൽക്കുന്നത്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ ഡേമൺ തയ്യാറാവുന്നില്ല. ഇതിനിടയിൽ നമ്മുടെ രാജാവായിട്ടുള്ള ഏഗനെ നമ്മുടെ ലാരിസ്ട്രോങ്ങിനെയൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് ആൾക്കാർ ക്യാപ്ചർ ചെയ്യുന്നതായിട്ട്, അതായത് നമ്മുടെ റെനേറയുടെ തന്നെ കുറച്ച് പടയാളികൾ ക്യാപ്ചർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഈ എപ്പിസോഡിൽ അവരെ കൊണ്ടുപോകുന്നിടയിൽ ഈ ക്യാപ്ചർ ചെയ്ത ആൾക്കാരെയൊക്കെ വേറൊരു കുറെ ആൾക്കാർ ഒന്ന് ആംബുഷ് ചെയ്ത് കൊല്ലുക. അപ്പൊ ഈ ഒരു തക്കത്തില് നമ്മുടെ ഏഗണും നമ്മുടെ ലാരിസ്ട്രോങ്ങും രക്ഷപ്പെടുകയാണ്. ഈ രക്ഷപ്പെടുന്ന സമയത്ത് ലാരിസ്ട്രോങ് പറയുന്നുണ്ട് നമുക്ക് നേരെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോകാമെന്ന്. പക്ഷെ ഏഗൺ പറയുന്നു വേണ്ട, ഡ്രാഗൺ സ്റ്റോൺ വേണ്ട, നമുക്കിവിടെ റൂക്സ് റെസ്റ്റിലേക്ക് പോകാം.
റൂത്ത് ഫെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ ഗ്രീൻ ആർമി അവിടെ ഉണ്ട്. അപ്പം പുള്ളി അവിടെ സേഫ് ആയിരിക്കും എന്നുള്ള പ്ലാനിലാണ് പുള്ളി അങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഇതാണ് പറയുന്നതെങ്കിലും പുള്ളിയുടെ ഉള്ളിലെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ സൺഫയർ ഉണ്ടല്ലോ, അതായത് ഏക്കന്റെ ഡ്രാഗൺ, അത് കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റ് റൂത്ത് ഫെസ്റ്റിൽ ഉണ്ടായ വലിയൊരു യുദ്ധത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന നമ്മുടെ ആ ഡ്രാഗൺ, സൺഫയർ എന്ന് പറഞ്ഞിട്ട് ഡ്രാഗൺ, ആ ഡ്രാഗണിനെ അടുത്ത് ചെല്ലാനും ആ ഡ്രാഗനെ കൊണ്ട് ഇതിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാനും അതൊക്കെയാണ് പുള്ളിയുടെ പ്ലാൻ. കിങ്സ് ലാൻഡിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽസം ഹൈറ്റവർ ഓൾറെഡി നടന്ന് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ റെനേറയ്ക്ക് വാക്ക് കൊടുത്താണ്, നിങ്ങൾ ധൈര്യമായിട്ട് പോരെ, ഇവിടെ എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റാക്കി വെച്ചേക്കാം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തേക്കാന്നുള്ളത്. പുള്ളി ഓടി നടന്നിട്ട് ഓരോരുത്തരെ കാണുന്നു, ഓരോ തലവന്മാരെയൊക്കെ കാണുന്നു. അപ്പോൾ വാക്ക് കൊടുത്ത് പുള്ളിക്കാരത്ത് കാണാൻ വന്ന ഒരാളാണ് നമ്മുടെ ലാർസെന്റ്. അപ്പോൾ ഈ ലാർസെന്റിനെ കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഈ പുള്ളി ആരാണ്, പുള്ളിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റിൽ ഇടാം, നിങ്ങളൊന്ന് കയറി കാണാം. അപ്പോൾ ലാർജന്റിനെ കാണുന്നുണ്ട്, അതുപോലെ നമ്മുടെ സിറ്റുവേഷന്റെ ബാക്കിയുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. എല്ലാവരെയും കണ്ട് കാര്യങ്ങളൊക്കെ വന്ന് ഉറപ്പിക്കുകയാണ്. ആദ്യം കാണുമ്പോൾ ലാർജന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രീൻ ആർമിയുടെ ഒരു മെയിൻ ആളായിട്ട് തോന്നുമെങ്കിലും പുള്ളിയുടെ പുള്ളിക്ക് നല്ല ഇഷ്ടമുള്ള ഒരാളാണ് ഡെയ്മൺ. ഡെയ്മൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാർജന്റിനെ ഈ ഒരു ലെവലിൽ എത്തിച്ചെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഈ എപ്പിസോഡിന്റെ തന്നെ ലാസ്റ്റ് പുള്ളി നേരെ കളം തിരിഞ്ഞ് ഡെയ്മണ്ടിനെ തൊടാൻ വരുന്ന ആരാണെങ്കിലും ഞാൻ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കിടലൻ സീനാണ്, നല്ല ട്വിസ്റ്റാണ്. അപ്പോൾ ഈ സമയത്ത് പിന്നെ വേറെ സംഭവം നടന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൽസിൻ ഹൈറ്റവറിന് നമ്മുടെ ജാസ്പർ ഒന്ന് കയറി പിടിക്കുകയും ചില കുൽസിത പ്രവർത്തകർക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മൊത്തത്തിൽ നടന്നില്ല. അതിനിടയിൽ തന്നെ നമ്മുടെ മേസ്റ്റർ വന്നിട്ട് തടഞ്ഞ് പുള്ളിനെ അങ്ങോട്ടേ കൊണ്ടുപോയിട്ട് പ്രിസണിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുക ചെയ്തു. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നമ്മുടെ ആൽസിൻ ഹൈറ്റവർ നമ്മുടെ എയ്മണ്ടിന് ഒരു കിസ്സൊക്കെ കൊടുത്ത്, എയ്മണ്ട് കൊടുത്ത കിസ്സൊക്കെ കിട്ടിയിട്ട് അവന് എയ്മണ്ടിനെ നമ്മുടെ റിവർ ലോഡ്സിന്റെ അടുത്തേക്ക് അവിടെ പോയിട്ട് ഫൈറ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞിട്ടിട്ട് ആ സമയത്ത് റെനേറയുടെ അടുത്ത് വരാനാണ്. അപ്പം റെനേറ ഇതിനനുസരിച്ച് അപ്പൊ എയ്മണ്ട് ഇവിടുന്ന് പുറപ്പെട്ടു എന്നുള്ള ഒരു ന്യൂസൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ റെനേറ ഡെയ്മനെയും ഒക്കെ കൂട്ടിയിട്ട് നമ്മുടെ ഉൾഫ് ഫൈറ്റും ഹ്യൂഹാമറൊക്കെ ആയിട്ട്, അതൊരു 4 ഡ്രാഗൺ, ഇപ്പോൾ ജെയ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 5 ഡ്രാഗൺ ആയിരുന്നു. നല്ലൊരു സീനാണ് മിസ്സായേ, എന്നാലും കുഴപ്പമില്ല. 4 ഡ്രാഗൺ കൂടിയിട്ട് നമ്മുടെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് വരുന്ന ആ ഒരു സീനൊക്കെ നല്ല കിടിലൻ സീനാണ്. അങ്ങനെ റെനേറ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് നമ്മുടെ ആലിസന്റെ മോളായ ഹെലേനയൊക്കെ കൂട്ടി, അതായത് ഹെലേന കുഞ്ഞിനെയും കൂട്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അപ്പം എല്ലാവരും പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആര് വന്നാലും ഒന്നും ചെയ്യരുത്, റെനേറ ഡയറക്റ്റ് ഒന്ന് കയറിക്കോട്ടെ, ബ്ലഡ് ഷെഡ് ഒക്കെ അവോയ്ഡ് ചെയ്യാം, വി ഡോണ്ട് നീഡ് എനി മോർ ഫൈറ്റ്സ്. അപ്പം എല്ലാവരെയും പറഞ്ഞ് റെഡിയാക്കി, സെക്യൂരിറ്റിക്കാരെയൊക്കെ പറഞ്ഞ് റെഡിയാക്കി, ഏത് ഡ്രാഗൺ വന്നാലും അമ്പറുണ്ട് എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും അതൊക്കെ എഗ്രി ചെയ്തു, എല്ലാം സമ്മതിച്ചു. റെനേറ വന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ റെനേറയും ഡെയ്മണും താഴെ കിങ്സ് ലാൻഡിങ്ങിൽ ലാൻഡ് ചെയ്തു. നമ്മുടെ സൈറാക്സും കരാക്സസും ഒക്കെ ലാൻഡ് ചെയ്തു. അവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ റെനേറയും ഡെയ്മണും ഒക്കെ നമ്മുടെ കൊട്ടാരത്തിനകത്തേക്ക് കയറാണ്. അപ്പൊ ഈ സമയത്ത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ നമ്മുടെ എയ്മണ്ട് ഇവിടുന്ന് വേഗാറിനെയൊക്കെ കൂട്ടിയിട്ട് ഹാരൻഹലിലേക്ക് പോയേക്കാണ്. ഹാരൻഹലിൽ പുള്ളി വിചാരിക്കുന്നത് എന്താ, നമ്മുടെ ഡെയ്മൺ അവിടെ ഉണ്ട്, അപ്പൊ നമ്മുടെ ഇവിടുന്ന് ക്രിസ്ത്യൻ കോളിലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കും. ക്രിസ്ത്യൻ കോളിനെ ഒക്കെ കൂട്ടി നമ്മൾ ഇവിടുന്ന് നേരെ ചെല്ലുന്നു. അവിടെ ഓൾറെഡി വെച്ചേക്കുന്ന പടയനൊക്കെ പൊട്ടിച്ച് ഡെയ്മണെയൊക്കെ കൊന്ന് നമ്മൾ ഹാരൻഹലിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എയ്മണ്ട് ഇവിടെ ഇരുന്നത്. പക്ഷെ എയ്മണ്ട് ഇവിടുന്ന് ചെല്ലുമ്പോൾ അവിടെ പൂച്ച കിടന്നെടുത്ത് ഒരു പൂറ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ ഇല്ല. അവിടെ ഉണ്ടായിരുന്ന ലോഡ്സ് ഇല്ല, റിവർ ലോഡ്സ് ഇല്ല. ആകെ ഉള്ളത് നമ്മുടെ ഹാരൻഹലിലെ കുറച്ച് ലോഡ് സ്ട്രോങ്സ് ആണ്. അത് തന്നെ അറിയാലോ, ആ പാവം അപ്പൂപ്പനെ പോലത്തെ ഒരു മനുഷ്യൻ. അപ്പം ഈ നമ്മുടെ വേഗാറിനെയൊക്കെ കൊണ്ടുവന്ന് നമ്മള് എയ്മണ്ട് ഇവിടെ ഇറങ്ങി അവിടെ കുറെ കത്തിച്ച് ആദ്യം കുറെ യുദ്ധങ്ങളും കുറെ ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഹാരൻഹലിന്റെ അകത്ത് കയറുമ്പം അവിടെ 3 പേരിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വിശ്രമിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ വാ നമുക്ക് ഫൈറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ഫൈറ്റ് ഒന്നും വേണ്ട, നമ്മൾ ഫൈറ്റിന്റെ ആൾക്കാരേ അല്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു നമ്മളിങ്ങനെ കുശാലൊക്കെ പറഞ്ഞ് പുള്ളി വർത്താനൊക്കെ പറഞ്ഞ് അടുത്തേക്ക് വന്ന സമയത്ത് എയ്മണ്ട് എന്ത് ചെയ്തു, എയ്മണ്ട് പുള്ളിയുടെ കയ്യിലിരിക്കുന്ന കത്തിയുടെ ഒറ്റ കയറ്റ് പരിപാടി തീർന്നു. ആ സമയത്ത് തന്നെ പുള്ളിയുടെ 2 മക്കളായിട്ടുള്ള 2 പേരും വന്നിട്ട് എയ്മണ്ടിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഒരാള് ആക്രമിച്ചില്ല, ഒരാൾ പതുക്കെ പുറകോട്ട് വലിയുന്ന സമയത്ത് തന്നെ എയ്മണ്ട് എന്ന പുള്ളിനെ വെട്ടിക്കൊണ്ടു. ആ സമയത്ത് രണ്ടാമത്തെ മോൻ വന്ന് എയ്മണ്ടിനെ ബാക്കിൽ നിന്ന് കുത്തുന്നുണ്ട്. അപ്പം ആർമറിന്റെ ഉള്ളിൽ കൂടെ കത്ത് കയറ്റി എയ്മണ്ടിന് നല്ല രീതിയിലൊരു മുറിവ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ മുറിവ് ഉണ്ടാകുന്നതിന്റെ ഒപ്പം തന്നെ എയ്മണ്ട് മറ്റേ പുള്ളിനെ കൊല്ലുകയും ചെയ്തു. കൊന്നിട്ടും എയ്മണ്ടിന് സ്വന്തം മേഖലയായ മുറിവ് അറിയില്ല. അപ്പം ആ സമയത്താണ് ആലിസ് റിവേഴ്സ് അവിടെ വരുന്നത്. ആലിസ് റിവേഴ്സിനെ കണ്ട് ആലിസ് റിവേഴ്സിന്റെ അടുത്തേക്ക് ആലിസ് റിവേഴ്സിനെ കൊല്ലാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ആക്ച്വലി എയ്മണ്ട് തന്റെ മേത്തുണ്ടായ ഒരു മുറിവിനെ കുറിച്ച് ഉള്ള ഒരു മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് കുറെ ബ്ലഡ് ഒക്കെ പോയി
അവിടെ തന്നെ നമ്മൾ എയ്മണ്ട് വീണിട്ട് പുള്ളി പതുക്കെ കഴിഞ്ഞ് ആലിസ് റിവേഴ്സിന്റെ അടുത്ത് ചെന്നിട്ട് ഹെൽപ്പ് മീ പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് നമ്മൾ എയ്മണ്ടിന്റെ ഈ എപ്പിസോഡിലുള്ള ലാസ്റ്റ് സീൻ. പക്ഷെ ബുക്കിൽ ഇത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ബുക്കിൽ വളരെ ഡിഫറെന്റ്. അതായത് എയ്മണ്ട് വന്ന് എയ്മണ്ടിനെ അവിടെ വെച്ചിട്ട് മുറിവേക്കൊന്നുമില്ല. ആലിസ് റിവേഴ്സിനെയും ആക്ച്വലി കൊല്ലാൻ വേണ്ടി ചെല്ലും. പക്ഷെ ആലിസ് റിവേഴ്സിനെ കൊല്ലില്ല. ആലിസ് റിവേഴ്സിനെ സ്പെയർ ചെയ്തിട്ടും, അതായത് ദിസ് ഇസ് മൈ പ്രൈസ് ഫോർ ദിസ് വാർ എന്നൊക്കെ പറഞ്ഞ് പുള്ളി നൈസായിട്ട് സ്പെയർ ചെയ്യാൻ വേണ്ടി. പക്ഷെ സ്പെയർ ചെയ്തിട്ട് വിടുകയല്ല, ശരിക്കും പറഞ്ഞാൽ എയ്മണ്ട് അവിടെ തന്നെ സ്ഥിരതാമസാക്കും. ഇത് ആക്ച്വലി സ്പോയിലറാ. പ്രോബബ്ലി ഇത് തന്നെയായിരിക്കും നമ്മൾ ഈ സീസണിൽ ഇനി കാണാൻ പോകുന്നത്. എയ്മണ്ട് ആക്ച്വലി അവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യും, നമ്മുടെ ആലിസുമായിട്ടുള്ള ഒരു അഫെയർ ആവുകയും ഒക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പം ഇത് നടക്കുന്നത് ഇത് തന്നെയാണ് ബുക്കിലുള്ളത്. അപ്പം പക്ഷെ ബുക്കിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഇന്റിമേഷൻ വരുത്താൻ വേണ്ടി, ഒരു ഇന്റിമസി വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ ഒരു ഇതുപോലെ എയ്മണ്ടിന് ഒരു മുറിവേക്കുന്നതായിട്ടും ഇനി ഇത് ആലിസ് ശുശ്രൂഷിച്ച ആ ഒരു കൂടുതൽ ഇന്റിമസി വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഷോയിൽ ട്രൈ ചെയ്യുന്നത്. പക്ഷെ ബുക്കിൽ ഇതിങ്ങനെയല്ല. ബുക്കിൽ എയ്മണ്ടിന് യാതൊരു പ്രശ്നമില്ല. എയ്മണ്ട് അവിടെ ചെല്ലുന്നു, ലോർഡ് സ്ട്രോങ്സിനെ എല്ലാം കൊന്നിട്ട് ആലിസ് റിവേഴ്സിനെ സ്പെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കിങ്സ് ലാൻഡിങ്ങിൽ നമ്മൾ റെനേറ വന്നു, പിടിച്ചെടുത്തു. അപ്പൊ ആ സമയത്ത് നമ്മൾ ലാർജന്റ് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ ലാർജന്റ് നമ്മൾ വന്നിട്ട് അവരുടെ ഐക്യദാർഢ്യം നമ്മുടെ ബ്ലാക്കിന്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്നെ ഡെയ്മൺ ആണ് ഈ നിലയിലാക്കിയത്, അതുകൊണ്ട് ഞാൻ ബ്ലാക്കിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, അതുകൊണ്ട് എന്റെ കൂടെയുള്ള എല്ലാവരും ബ്ലാക്കിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹൈ ടവർ ആർമീനൊക്കെ പിടിച്ചെടുത്ത് അവരെ കൊണ്ടുവന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഡെയ്മൺ ഇങ്ങനെ താഴെ വന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ, അതായത് പ്രിസൻസ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് കാണാം ഓട്ടോ ഹൈ ടവറിനെ ഈ സീസണിൽ ആദ്യമായിട്ട് കാണിക്കുന്നു. അപ്പം നമ്മുടെ ട്രെയിലർ സമയത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓട്ടോ ഹൈ ടവർ ഇങ്ങനെ പെട്ടെന്ന് ഒരു പ്രസന്റ് അത് കിടന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന സീനൊക്കെ നമ്മുടെ ട്രെയിലർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ ഇതുവരെ കാണിച്ചിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഓട്ടോ ഹൈ ടവറിനെ ആക്ച്വലി ലാരി സ്ട്രോങ് ആണ് അവിടെ കൊണ്ടുപോയി പ്രസന്റിലാക്കിയത്. ഇതിന്റെ പിന്നിലുള്ള സ്റ്റോറി എന്താണെന്നോ എന്തിനാണെന്നോ ഒന്നും പറയുന്നില്ല. ഡെയ്മൺ വരെയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി ലാരി സ്ട്രോങ് എടുത്ത് തന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അറിയാലോ, ലാരി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പുള്ളി ബുദ്ധിപരമായിട്ടുള്ള കളികൾ ആളാ. അപ്പം ഇത് പറഞ്ഞിട്ട് നാളെ ലാരി സ്ട്രോങ്ങിന് ഡെയ്മണ്ട് അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ലാരി സ്ട്രോങ് ഈ കളി കളിച്ചത്. അപ്പോൾ ഡയറക്ട്ലി ഓട്ടോ ഹൈ ടവറിന് ഡെയ്മണ്ടിന്റെ കൈ കിട്ടാണ്. നമ്മള് ഡെയ്മണ്ടിന് എന്നിട്ട് ഓട്ടോ ഹൈ ടവറിന് എടുക്കുന്നു, നേരെ ഹാളിലേക്ക് കൊണ്ടുവരുന്നു. അതായത് നമ്മുടെ അയൺട്രോൺ ഇരിക്കുന്നുണ്ട്, നേരെ അവിടെ കൊണ്ടുവരുന്നു. എന്നിട്ട് റെനേറയിൽ ഇങ്ങനെ മൂപ്പിച്ച് പറഞ്ഞു കൊന്നേക്ക്, തട്ടേക്ക്, ഇതോടെയാണ് നീ ക്വീൻ ആവുന്നത്, കൊന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ റെനേറ അവിടെ ചെന്ന് ഡെയ്മണ്ട് തന്നെ വാള് വെച്ചിട്ട് ഓട്ടോ ഹൈ ടവറിന്റെ തല വെട്ടാണ്. അപ്പൊ ആദ്യത്തെ വെട്ട് കൊള്ളുന്നില്ല, പ്രോപ്പർലി കട്ടാവുന്നില്ല. അതുകൊണ്ട് രണ്ടാമത് വീണ്ടും വീശിയിട്ട് ഓട്ടോ ഹൈ ടവറിന്റെ തല വെട്ടാണ്. അപ്പൊ ഈ ഒപ്പം തന്നെ നേരത്തെ നമ്മുടെ ആൽസൺ ഹൈ ടവറിനെ ഉത്സവ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത നമ്മുടെ ജാസ്പർ ഉണ്ടല്ലോ, ലോർഡ് ജാസ്പർ, പുള്ളിയുടെ തലയും നമ്മുടെ ഡെയ്മണ്ട് തന്നെ വെട്ടാണ്. അതും നമ്മുടെ റെനേറ ഹൈ ടവറിന്റെ തല വെട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ അതേ വാള്, നമ്മുടെ ഡെയ്മണ്ട് അതേ വാള് തന്നെ എടുത്തിട്ട് ഒറ്റ വെട്ടിന് തന്നെ നമ്മുടെ ജാസ്പറിനെ തീർക്കണം. ഇതും കണ്ടോണ്ടാണ്. അപ്പൊ ബേസിക്കലി ഈ സെയിം സമയത്ത് നമ്മുടെ ആൽസൺ ഹൈ ടവറിനെയും നമ്മുടെ ഹെലേനെയും മറ്റേ കൊച്ചിനെയൊക്കെ ആർമി പിടിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആൽസൺ ഹൈ ടവർ ഒക്കെ കാണുന്ന സീൻ എന്ന് വെച്ചാൽ തലയില്ലാതെ കിടക്കുന്ന ഓട്ടോ ഹൈ ടവറിന്റെ ബോഡിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെനേറയുമായിട്ട് ആൽസൺ ഹൈ ടവർ ഒരു പ്രോമിസ് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലഡ് ഷെഡും ഇല്ലാതെ, ആരെയും നോക്കാതെ, ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ കിങ്സ് ലാൻഡിംഗ് പിടിച്ചെടുക്കാം എന്നുള്ളതായിരുന്നു ഒരു പ്രോമിസ്. അല്ലെങ്കിൽ കിങ്സ് ലാൻഡിങ്ങിലേക്ക് നിങ്ങൾക്ക് കയറി വരാം, കിങ്സ് ലാൻഡിംഗ് നിങ്ങൾക്ക് വിട്ടു തരാം എന്നുള്ളതായിരുന്നു പ്രോമിസ്. പക്ഷെ അതെല്ലാം മാറി. ഇപ്പം റെനേറയുടെ മുഖത്ത് ശരിക്കും പറഞ്ഞാൽ റിഗ്രറ്റ് ഉണ്ട്. കാരണം ഒരു ബ്ലഡ് ഷെഡും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അച്ഛനെ തന്നെ കൊന്നിട്ട് ഇവിടെ മുന്നിൽ കിടക്കാണ്. അപ്പൊ അതിൻ്റെതായ നല്ല റിഗ്രറ്റും. ആ സമയത്ത് നമ്മുടെ ശരിക്കും ആ ഒരു നടി ഉണ്ടല്ലോ, നമ്മുടെ റെനേറേനെ അഭിനയിക്കുന്ന എമ്മ ഡാർസി എന്ന് പറഞ്ഞിട്ടുള്ള ആ നടി, അവരുടെ അഭിനയം ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ പ്രശംസിക്കാതെ വയ്യ. ഏറ്റവും നല്ല രീതിയിൽ ഈ എപ്പിസോഡിൽ അവര് എല്ലാ രീതിയിലുള്ള എക്സ്പ്രഷൻസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അവരുടെ മകൻ മരിച്ചു, ആ ഈ സമയത്തുള്ള ഒരു സങ്കടം, ആ ഒരു ശരിക്കും ഒരു അമ്മയുടെ ദുഃഖം ആ ഒരു ബോഡി കൊണ്ടുവരുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ വെച്ചിട്ട് ഓട്ടോ ഹൈ ടവറിനെ കൊല്ലുന്ന സമയത്ത് ഉള്ള ഒരു എക്സ്പ്രഷൻസ്, അത് കഴിഞ്ഞിട്ട് ആ അയൺ ത്രോണിലേക്ക് നടക്കുമ്പോഴുള്ള എക്സ്പ്രഷൻസ്, അയൺ ത്രോണിൽ ഇരുന്ന് കഴിയുമ്പോൾ എക്സ്പ്രഷൻസ്, ആ സമയത്താണ് ആൽസൺ ഹൈ ടവർ വരുന്നതും ആൽസൺ ഹൈ ടവർ ഈ മരിച്ചു കിടക്കുന്ന ഓട്ടോ ഹൈ ടവറിന്റെ ബോഡി കാണുന്നതും ഒക്കെ. ആ സമയത്ത് റെനേറയുടെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻസ് കിട്ടുന്നത് ഭയങ്കര സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു എല്ലാ രീതിയിലുള്ള ഒരു അഭിനയം. അങ്ങനെ അവസാനം ഒരു അയൺ ത്രോണിൽ ഇരിക്കുകയാണ്. പക്ഷെ എല്ലാവരും ചോദിക്കുന്ന പോലെ അറ്റ് വാട്ട് കോസ്റ്റ്.
എല്ലാം നഷ്ടപ്പെട്ടു. അതായത് 2 മക്കളുണ്ടായിരുന്നു, 2 മക്കളെ നഷ്ടപ്പെട്ടു. പക്ഷെ ആ വാട്ടർ ഹൈടവറിനെ റെനീറയുടെ മുന്നിൽ കണ്ടുവന്നപ്പോൾ ഞാൻ ഓർത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വീണ്ടും തടവിലിടുവോ അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചർ യൂസിന് വേണ്ടി യൂസ് ചെയ്യുമായിരിക്കും. പക്ഷെ ഒന്നുമില്ല, നിഷ്പക്ഷമായിട്ട് ദയാദാക്ഷ്യങ്ങളില്ലാതെ നമ്മുടെ പുള്ളിനെ കൊന്നു കളഞ്ഞു. അറിയാലോ, ഡെയ്മൺ ആണ്. ഡെയ്മണിന് ഇതുപോലുള്ള സെന്റിമെന്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പുള്ളി ആലോചിക്കുന്നു, അപ്പൊ തന്നെ ചെയ്യുന്നു. ഇതിന് ഒരു റൂത്ത്ലെസ് ക്യാരക്ടർ, ഒരു നോ സെന്റിമെന്റ്സ്, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് എന്നല്ല, നോ സെന്റിമെന്റ്സ്. പുള്ളി പുള്ളിയും പുള്ളിയുടെ ആ ഒരു കരാക്സിസ് എന്ന് പറഞ്ഞിട്ട് ഡ്രാഗൺ, അമ്പോ വമ്പൻ കോംബോയാ. ഇതില് ഏതെങ്കിലും 2 ആൾക്കാരെ എടുത്തിട്ട് കോംബോ എന്ന് പറയുന്നതിനേക്കാളും ഡെയ്മണും ഡെയ്മണിന്റെ കൂടെയുള്ള ആ ഒരു കരാക്സിസ് ഡ്രാഗണും ആ ഒരു കോംബോ ഈസ് സോ ബ്യൂട്ടിഫുള്ളി ട്രൂത്ത്ലെസ്. അപ്പൊ അങ്ങനെ ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. ഇതൊരു മൊത്തത്തിലൊരു ഡ്രാമയായിരുന്നു ഈ എപ്പിസോഡ് മൊത്തത്തില്. കാര്യമായ യുദ്ധങ്ങളോ ഒന്നുമില്ല. പക്ഷെ ക്ലൈമാക്സ് ഭയങ്കര രസമായിരുന്നു. ഞാൻ അത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്ലൈമാക്സ് ആയിപ്പോയി. അപ്പൊ ഇത്തവണ യുദ്ധങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചിട്ട് യാതൊന്നും പേടിക്കാനില്ല. ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിലുള്ള വലിയ യുദ്ധങ്ങൾക്കുള്ള ഒരു അടിത്തറയാണ് ഈ എപ്പിസോഡ്. ഇനിയാണ് ഇവിടെ നിന്നുള്ള യുദ്ധങ്ങൾ കിടക്കുന്നത്. ഒരു സൈഡില് ഇത്രയും നാള് കിങ്സ് ലാൻഡിംഗിൽ ഉണ്ടായിരുന്ന എയിമുണ്ട്, ഇപ്പതാ ഹാരൻഹാലില്. ഇത്രയും നാളും ഹാരൻഹാലിൽ ഉണ്ടായിരുന്ന ഡെയ്മണ്ട് കിങ്സ് ലാൻഡിംഗിലേക്ക്. ഇനി മൊത്തം കഥയും മാറും, കളികൾ മാറും. പണം പോട്ടെ, പവർ വരട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.